ടാക്സി ഡ്രൈവറിൽ നിന്ന് ചിത്രകാരനിലേക്ക് ഈ യാത്രയിൽ ആർടിഐയുടെ അംഗീകാരം കൂടി ലഭിക്കുകയാണ് മലയാളിയായ ടാക്സി ഡ്രൈവർക്ക്. എടപ്പാൾ സ്വദേശി ഹംസയാണ് തൻ്റെ ഒഴിവു സമയങ്ങൾ അർത്ഥപൂർണമാക്കി വിനിയോഗിച്ച് വാർത്തകളിൽ ഇടം നേടുന്നത്. വൈകിട്ട് 4 മുതൽ പുലർച്ചെ 4 വരെ ടാക്സി ഓടിച്ചാണ് ഹംസ ജീവിതത്തെ ട്രാക്കിലാക്കുന്നത്. യാന്ത്രികമായ ഈ ജീവിതത്തിനിടയിൽ കിട്ടുന്ന ഒഴിവുവേളയെ ക്രിയാത്മകമാക്കിയ ഹംസയെ തേടിയെത്തിയത് വലിയൊരു അംഗീകാരം. ആർടിഐയുടെ കലണ്ടർ രൂപകൽപ്പന ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ടാക്സി ഡ്രൈവറെ ഏൽപ്പിച്ചത്. ഇതിനായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ 17 ചിത്രങ്ങൾ ഹംസ വരച്ചു. ഇതിൽ 12 ചിത്രങ്ങളുമായി കലണ്ടർ പുറത്തിറങ്ങിയപ്പോൾ അത് ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായി ഹംസയ്ക്ക്. ദുബായ് ഷെയ്ഖിൻ്റെ പോലുള്ള നല്ലൊരു വ്യക്തിയുടെ ഇത്രയും അധികം ഫോട്ടോസ് വരക്കാൻ കിട്ടുന്നതും അവരത് അംഗീകരിക്കുന്നതും അതേപോലെ മീഡിയയിൽ കൂടി അത് വരുന്നതും എനിക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടി. എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് ഫുൾ സപ്പോർട്ട് പണ്ട് മുതൽ തന്നിരുന്നു. അപ്പോൾ ഈ കലണ്ടറിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ 1 മാസം ലീവ് വേണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ തന്നു. അവർക്ക് ഞാനിപ്പോൾ 17 ചിത്രങ്ങൾ വരച്ചു കൊടുത്തു. എടപ്പാൾ പടിഞ്ഞാറങ്ങാടി പറക്കുളം സ്വദേശി എരിയൻകുന്നത്ത് ഹംസ 3 വർഷം മുൻപാണ് ദുബായിലെത്തിയത്. RTAയിലെ പരിശീലനത്തിനിടെ ലഭിച്ച ഒഴിവുവേളകൾ ഹംസയുടെ ജീവിതരേഖ മാറ്റിവരച്ചു. ഈ വേളയിൽ ജന്മസിദ്ധമായ കഴിവുകൾ പൊടിതട്ടിയെടുത്തപ്പോൾ ആദ്യം കൂടുതൽ വരയ്ക്കാൻ പ്രചോദനമായി. ജീവനക്കാർക്കായി RTA നടത്തിവരുന്ന ടാലന്റ് ഷോയിലൂടെ ചിത്രകാരൻ എന്ന പരിവേഷം കൈവന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെയും RTA ചെയർമാൻ മത്രൽ തായറിന്റെയും ചിത്രമാണ് കലാകാരൻ എന്ന അംഗീകാരം നേടിക്കൊടുത്തത്. ചിത്രത്തോടൊപ്പം മികച്ചതായിരുന്നു അതിലെ ആശയം എന്ന് പറഞ്ഞ ചെയർമാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകി ഹംസയെ ആദരിച്ചു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയപ്പോഴാണ് എനിക്കൊരു മാഗസിൻ കിട്ടുന്നത്. അതിൽ ഷെയ്ഖ് മുഹമ്മദും മത്രൽ തായർ ചെയർമാനും പാടെ എന്തോ കൊടുക്കുന്നൊരു ഫോട്ടോ ആണ് കിട്ടിയത്. എനിക്ക് തോന്നി ഇത് വരച്ചാൽ നന്നായിരിക്കും. അതിൽ കൂടെ എൻ്റെ ഒരു കൺസെപ്റ്റും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ഫോട്ടോ വരക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പറന്നു പോവുകയാണ്. അതിന് ഞാൻ RTA ഒന്നും കിട്ടി. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ വരച്ചു കൊടുത്തപ്പോൾ എൻ്റെ മുതിർ പറഞ്ഞു, ഫോട്ടോനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിൻ്റെ കൺസെപ്റ്റാണ്. RTA മോളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും കൊടുക്കുക. അന്നേരം ഇവർ വിളിക്കും, അത് കൊടുക്കുകയും ചെയർമാനെ കൊടുക്കുകയും ചെയ്തു. ഞാൻ പോയി ഒരു 10-20 മിനിറ്റ് വരെ അവിടെ ഉണ്ടായിരുന്നു. ചെയർമാനായിട്ടും സർട്ടിഫിക്കറ്റ് വന്നു, കൈ വന്നു. എനിക്ക് അപ്പോൾ ഉണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും നല്ലൊരു ഇതായിരുന്നു. ഇതേ തുടർന്ന് വരയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തി. രാത്രി മുഴുവൻ വളയം പിടിക്കുന്ന ഹംസയുടെ കൈകളിൽ പകൽ ഇടം പിടിക്കുന്നത് ചായക്കൂട്ടുകൾ നിറഞ്ഞ ബ്രഷുകൾ. ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിലിരുന്നാണ് വരയിൽ വിസ്മയം തീർക്കുന്നത്. നിറക്കൂട്ടുകൾ ക്യാൻവാസിൽ കോറിയിട്ടപ്പോൾ തെളിഞ്ഞതാകട്ടെ ജീവസുറ്റ ചിത്രങ്ങൾ. മനസ്സിലെ ആശയങ്ങൾക്ക് വർണ്ണം നൽകുമ്പോൾ തൻ്റെതായ കൈമുദ്രയുണ്ടാകണമെന്ന് നിർബന്ധമുണ്ട് ഹംസയ്ക്ക്. പിന്നെ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് MF ഹുസൈനാണ്. അത്രയൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്തൊരു ചിത്രം വരക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള. ഏതൊരു ചിത്രത്തിലും എൻ്റേതായ ഒരു കൺസെപ്റ്റ്, ഒരു ടച്ച് ഞാൻ അതിൽ വെക്കും. ഏത് ചിത്രത്തിലായാലും. MF ഹുസൈനെ റോൾ മോഡലാക്കുന്ന ഹംസയ്ക്ക് ഓയിൽ പെയിന്റിങ്ങിൽ പരീക്ഷണങ്ങൾ നടത്താനാണ് ഇഷ്ടം. വാട്ടർ കളറും പെൻസിൽ ഡ്രോയിങ്ങും ഒരുപോലെ വഴങ്ങുമെന്ന് ഇദ്ദേഹം തെളിയിക്കുന്നു. ഇതോടകം 500-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് മുഹമ്മദിന്റെയും ഷെയ്ഖ് സായിദിന്റെയും ചിത്രങ്ങളാണ് ഇദ്ദേഹം നെഞ്ചോട് ചേർക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോ ഞാൻ വരച്ചിരുന്നു. അതെൻ്റെ ഓഫീസിലേക്ക് ഞാൻ ഗിഫ്റ്റായി കൊടുത്തു. ഷെയ്ഖ് ഹംദാൻ്റെ ഒരു ഫോട്ടോ വരച്ചിരുന്നു, ഒരു ഫാൽക്കനൊക്കെ ആയിട്ട്. അതിലെൻ്റെ ഐഡിയയിൽ വേറൊരു ഫാൽക്കന് അതിൻ്റെ ഇടത് സൈഡിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നു. അത് ഓഫീസിൽ കൊടുത്തിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ എൻ്റെ പുതിയ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സായിദ്, ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഈ പിക്ചറുമാണ്. 5-ാം വയസ്സിലാണ് ഹംസ വരച്ചു തുടങ്ങിയത്. സ്കൂൾ തലത്തിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഹംസയ്ക്ക് കുടുംബ പ്രാരാബ്ധം മൂലം 8-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് പട്ടാമ്പിയിലെ ശില്പചിത്ര സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് ആണ് ഹംസയുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചത്. ഇവിടെ തന്നെ പാർട്ട് ടൈം ജോലി കണ്ടെത്തി
ജീവിതത്തിനും നിറം പിടിപ്പിച്ചു. അതോടെ ദുബായിലെത്തിയ ഹംസ 5 വർഷത്തോളം ജോലി ചെയ്ത് തിരിച്ചുപോയി. ദുബായിലേക്കുള്ള 2ാം വരവ് കലയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായി. കലാകാരനായി അറിയപ്പെട്ടെങ്കിലും RTIയിൽ തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. RTIയിൽ നിൽക്കാനാണ് താല്പര്യം. കാരണം ഞാൻ വേറെ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടൂല. ഒന്നാമതും തുടർന്ന് വരുന്നത് ഡ്രൈവർ പണി ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ പണി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഏതൊരു ജോലിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഡ്രൈവറെ തരം കുറച്ചിട്ടൊന്നും ഞങ്ങളുടെ RTI കമ്പനി കാണുന്നില്ല. ദുബായ് നഗരത്തിന്റെ തിരക്കിലേക്ക് മടങ്ങിയ ഇദ്ദേഹം ഒരു സ്വകാര്യ സ്വപ്നം താലോലിക്കുന്നുണ്ട്. ഇത്രയധികം പടങ്ങളൊക്കെ വരച്ച്, ഇപ്പോൾ രാജാവിൻ്റെ പടമായാലും ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോകളൊക്കെ ഞാൻ ഒരുപാട് വരച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് ആളെ കാണണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഗിഫ്റ്റ് ചെയ്യണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, സാധിപ്പിച്ച് തരട്ടെ.